നമസ്കാരം. ഫുഡ് ആൻഡ് ഷെഫിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് എല്ലാവരും വീട്ടിൽ തന്നെ ചടഞ്ഞിരിക്കുകയാണെന്നറിയാം. ഇന്ന് ഈവനിങ്ങിന് ചായൻ്റെ കൂടെ നമുക്ക് ഒരു സ്നാക്സ് ആയിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കി നോക്കിയാലോ? എങ്കിൽ ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതിനായി 4 കപ്പ് അരി ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് 1 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ്. അതിനുശേഷം ശർക്കരപ്പാനി ഉപയോഗിച്ചിട്ടാണ് അരച്ചെടുക്കേണ്ടത്. അതിനായി ഞാൻ ശർക്കരപ്പാനി ഇവിടെ തണുക്കാൻ വെച്ചിട്ടുണ്ട്. ശേഷം നമ്മൾ മിക്സിയുടെ ജാർ എടുത്തിട്ട് അരി അതിലേക്ക് ഇട്ട് കൊടുത്ത് ശർക്കരപ്പാനി ഉപയോഗിച്ച് അരച്ചെടുക്കുകയാണ് വേണ്ടത്. ജസ്റ്റ് ഒന്ന് അരഞ്ഞെടുത്തതിന് ശേഷം അതിലേക്ക് പൂവൻപഴം ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കണം. ശേഷം നന്നായിട്ട് അരച്ചെടുക്കുക. നമ്മുടെ മാവ് ഒരുപാട് അങ്ങോട്ട് ലൂസായി പോകരുത്. ഈ വീഡിയോയിൽ കാണുന്ന ഈ രൂപത്തിലാണ് നമുക്ക് അരച്ചെടുക്കേണ്ടത്. ഞാനിവിടെ ഒരു പാന് വെച്ചിട്ട് 1.5 ടേബിൾ സ്പൂൺ ചെറിയ ജീരകവും 8 ഏലക്കായും കൂടി വറുത്തെടുത്തിട്ടുണ്ട്. ശേഷം ഒരു പാൻ വെച്ചിട്ട് അതിൽ നെയ്യ് ഒഴിച്ച് കൊടുത്ത് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കുക. വറുത്ത് വെച്ച ചെറിയ ജീരകവും ഏലക്കായും പൊടിച്ചതിന് ശേഷം ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കുക. ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ച തേങ്ങാക്കൊത്തും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ എള്ള് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എള്ള് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഉണ്ണിയപ്പം ചുട്ടെടുക്കാനുള്ള ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം മാവ് അതിലേക്ക് അതിൻ്റെ കുഴിയിൽ കറക്റ്റായിട്ട് ഒഴിച്ച് കൊടുക്കാം. അതിന് ശേഷം നന്നായിട്ട് വേവിച്ചെടുക്കണം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അത് മറിച്ചിട്ട് കൊടുക്കണം. മറിച്ചിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്.
ശേഷം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ചായയുടെ കൂടെ കഴിക്കാനുള്ള സ്നാക്സ് ആയിട്ടുള്ള സോഫ്റ്റായ ഉണ്ണിയപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ ഇതുപോലുള്ള നല്ല വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോട് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.